മഹാരാഷ്ട്ര ഗവൺമെന്റ് ഈയിടയ്ക്ക് ലണ്ടനിലുള്ള ഒരു വീട് വാങ്ങിക്കുന്നു എന്നൊരു വാർത്ത കേട്ടായിരുന്നു. 40 കോടി അടുപ്പിച്ച് ഒരു വീട് വാങ്ങിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേട്ടായിരുന്നു. പറയല്ലേ, എഴുതിയിട്ട് പറയാം. എന്റെ ചോദ്യം ഇതാണ്, ഇത് അംബേദ്കർ ലണ്ടനിൽ പഠിക്കാൻ പോയപ്പോൾ താമസിച്ച വീടാണ് മഹാരാഷ്ട്ര സർക്കാർ വാങ്ങിക്കാൻ പോകുന്നത്. ശരിയോ തെറ്റോ? എഴുതി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. VJT ഹാൾ, വിക്ടോറിയ ജൂബിലി ടെർമിനൽ അല്ലേ? VJT ഹാൾ, ടൗൺ ഹാൾ, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, VJT ഹാൾ, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിന് രണ്ടിനും ശ്രീനാരായണ ഗുരുവിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ശരിയോ തെറ്റോ? കേൾക്കുന്നില്ല, പുറത്ത് കേൾക്കില്ല. അതായത് VJT ഹാൾ ട്രിവാൻഡ്രത്തിന്റെ പേര് മാറ്റി ഗുരുവിന്റെ പേരാക്കി. ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേര് ഗുരുവിന്റെ പേരാക്കി. പക്ഷെ ഉത്തരം തെറ്റാൻ പാടില്ല. കാരണം VJT ഹാൾ ആരുടെ പേരാക്കിയത്? അയ്യങ്കാരുടെ പേരാണ് ആക്കിയത്. അപ്പൊ കൈയടി കൊടുത്തുള്ളത് അറിയാം. വീട്ടിൽ പറയുന്നത് ടെൻഷൻ ഒരു കൈയ്യിൽ ഒറ്റയ്ക്കല്ല, ഒരു കൈ മൈക്ക് കുഴപ്പമില്ല. VJT ഹാൾ ആരുടെ പേരില്ല. അപ്പൊ അത് പറയുന്നതായിരുന്നു. ഉത്തരം അറിയായിരുന്നു. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഉത്തരം പറയുന്നുണ്ട്. അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പോ എത്ര മാർക്കാ? 20 മാർക്ക് കിട്ടിയത് നിസ്സാരമായിട്ട്. ഇനി കൂടാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, കൈയടിച്ചോളൂ. നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് പോയോ. അപ്പൊ 3 റൗണ്ട് കഴിഞ്ഞു. സ്കോർ നിലവാരം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മാംസ ബുക്കുകൾ ഒന്നാണ് പോളാർ ബെയർ, ധ്രുവക്കരടി. മാംസബുക്കിൽ ഒന്നാണ്. ഇത് പെൻഗിനെ കഴിക്കാൻ കാരണം പെൻഗിനുള്ളത് സൗത്ത് പോളിലും നോർത്ത് പോളും ഇവരെ കഴിക്കാൻ കാണത്തില്ലല്ലോ. കൈയടിച്ചോളൂ. സൂപ്പർ ആൻസർ. രണ്ടും രണ്ട് തന്നെയാണ്. നേരിട്ട് കിട്ടിയ കഴിക്കുമായിരിക്കും, കിട്ടണ്ടേ. നെക്സ്റ്റ് റൗണ്ട് ഫുഡ് റൗണ്ടാണ്. ആഹാരമായിട്ട് ബന്ധപ്പെട്ട റൗണ്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. കുതിര ബിരിയാണി, എസ്കെ പൊറ്റക്കാട്, ഒരു ദേശത്തിന്റെ കഥ, ശ്രീധരൻ. കുതിര ബിരിയാണി, എസ്കെ പൊറ്റക്കാടിന്റെ ഒരുപാട് അവാർഡുകൾ കിട്ടിയ കൃതിയാണ് എന്ത്? ഒരു ദേശത്തിന്റെ കഥ. ഇത് അദ്ദേഹം ഒരു ഫുഡിനെ വർണ്ണിക്കുന്നതിന് കുതിര ബിരിയാണി ക്യാരക്ടറായിട്ടുള്ള ശ്രീധരൻ അദ്ദേഹം ഹോട്ടലിൽ കഴിക്കാൻ പോകുമ്പോൾ ആ ഫുഡിനെ അദ്ദേഹം വിവരിക്കുന്ന വാക്കാണ് കുതിര ബിരിയാണി. എന്റെ ചോദ്യം, അത് നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡാണ്? കൃത്യം പറയണേ, കാരണം കൃത്യമായിട്ട് പാർഷ്യലായിട്ട് പറയാം. ഇതൊക്കെ എസ്കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിൽ പറയപ്പെടുന്ന കുതിര ബിരിയാണി നമ്മൾ കഴിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫുഡാണ്? ഫുഡുകൾ നിങ്ങൾ ആലോചിക്കണം. ഇനി പറയാൻ കോഴിക്കോട് ഗസ്റ്റ് കൊള്ളാം അല്ലെ? അടിപൊളിയാണ്. കൈഡി കൊടുത്ത ഉത്തരം തെറ്റാണ്, പക്ഷെ നല്ല ഗസ്റ്റാണ്. ചുമ്മാ ഗസ് ചെയ്യും. ഫുഡ് കടല പപ്പടം. ശരിയാണ്, വെരി ഗുഡ്. ഫുഡ് കടല പപ്പടം എന്ന് പറയുന്നതിന്റെ ഒരു തവമായിട്ട് അദ്ദേഹം പേരാണ് കുതിര ബിരിയാണി കഴിക്കാൻ പോകുന്ന കഥ അല്ലേ? ഈ പൊടി തട്ടിയിട്ടാണ് ആഹാരം കഴിക്കാൻ കുഴച്ച് കഴിക്കുന്ന സീനൊക്കെ വിധിക്കുന്നുണ്ട്. സൂപ്പർ ആൻസർ. അത് കൃത്യമായിട്ട് പറഞ്ഞു. പുട്ടുണ്ട്, കടലയുണ്ട്, പപ്പടമുണ്ട്. അത് മൂന്നും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുതിര ബിരിയാണിയാണ്. ഡോക്ടർ നിലൂഫർ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCR കാസർഗോഡ്. ഈ ഡോക്ടറാണ്, CPCR ഡോക്ടറാണ് ഈ ഫുഡ് ഐറ്റം കണ്ടുപിടിച്ചത്. ഗവേഷണങ്ങളോട് നടക്കുന്നത്.
ഇതിന് 2022 UN-ന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ സ്പെഷ്യൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിലൂഫർ എന്ന് പറയുന്ന CPCRA-യുടെ സയന്റിസ്റ്റ് കണ്ടെത്തിയ ഒരു ഫുഡ് ഐറ്റമാണ് ഇത്. ഇതിന്റെ മികവുകൊണ്ട് പല സംസ്ഥാനങ്ങളും കേരളത്തെ സമീപിക്കുകയാണ്. ഇത് എങ്ങനെയാണ് അറിയാം. ഇത് 2022 UN-ന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ സ്പെഷ്യൽ അവാർഡ് കിട്ടി. എന്താണ് ഡോക്ടർ നിലൂഫറുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയത്? കൂളായിക്കോ, ടെൻഷൻ വേണ്ട. കാരണം ഇവിടെ ഇത്രയും പേര് ഒരാൾ വന്നതല്ലേ, എല്ലാം സപ്പോർട്ടാണ് ഉള്ളത് കേട്ടോ. കൂളായിട്ട് ഗസ് ചെയ്യാൻ നോക്കാം. ആരും മാർക്കും ആവശ്യമില്ല. ഓക്കെ, പാസ്. മലയാളത്തിലെ പേര് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, റൈസ്, ടൈപ്പ് ഓഫ് റൈസ് ആണ്. നെക്സ്റ്റ് അമൃതപ്പൊടി. വെരി ഗുഡ് ആൻസർ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ICDS വഴി കൊടുക്കുന്ന അമൃതപ്പൊടി വിദ്യാഭ്യാസവരാണ്. കയ്യടിയിലെ നല്ല ഉത്തരവാദിത്തം പറഞ്ഞാൽ അമൃതം ന്യൂട്രിയൻസ് കൃഷിയിൽ നടക്കുന്ന സാധനമല്ലേ. അടുത്ത കാകസുര മടപ്പ കുക്ക് കൃഷ്ണരാജ ഗോഡയ ഗുരു സ്വീറ്റ് സ്മാർട്ട്. കാകാസുര മാടപ്പ എന്നൊരു കുക്ക് ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യയിൽ. അദ്ദേഹത്തിന്റെ രാജാവാണ് കൃഷ്ണരാജ ഗോഡയ. ഈ രാജാവിന് വേണ്ടി മാടപ്പ ഉണ്ടാക്കിയ ഫുഡ് ഇന്നും ഇന്ത്യയിൽ ഫേമസ് ആണ്. ഇതിനു വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പുണ്ട്, ഗുരു സ്വീറ്റ് സ്മാർട്ട്. ഞാൻ ഈ പറഞ്ഞതല്ല, ഏത് ഫുഡിനെ പറ്റിയാണ്. മൈസൂർ പാക്ക്. കയ്യടിച്ചോളൂ, മൈസൂർ പാക്കാണ്. മൈസൂർ പാക്ക് രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മധുര മിശ്രിതമാണ്. വെരി ഗുഡ് ആൻസർ. നെക്സ്റ്റ് ആൻഡ്രോയിഡ്. ഞാൻ എപ്പോഴും നിങ്ങളെ പറയുന്ന ഒരു കാര്യമാണ് ആൻഡ്രോയിഡിനെ പറ്റി. ആൻഡ്രോയിഡിനൊക്കെ എപ്പോഴും സ്വീറ്റിന്റെ കാര്യം പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞതാണ് 7ാമത്തെ എഡിഷൻ ആൻഡ്രോയിഡ് വന്നപ്പോൾ N വെച്ചിട്ടാണ് ഫുഡ് വരുന്നത്. ABCD തുടങ്ങുകയാണ്, N വെച്ചിട്ടാണ് ഫുഡ് വരുന്നത്. അപ്പോൾ ഇത് സ്വീറ്റ് ആയിരിക്കണം, വേൾഡിലെ പ്രധാനപ്പെട്ട ഫുഡ് സ്വീറ്റ് ഡിഷ് ആയിരിക്കണം. അപ്പോൾ കുറെ ഫുഡുകൾ മത്സരിച്ചു ഇതിൽ വരാൻ വേണ്ടി N വെച്ചിട്ടുള്ളത്. അപ്പോ അവസാനം ന്യൂഘട്ട് എന്ന് പറയുന്ന ഡിഷ്, ചെറിയ ചോക്ലേറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. സോ ആൻഡ്രോയിഡ് 7.0 ന്യൂഘട്ട് എന്നറിയുന്നു. നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ടുള്ള നെയ്യപ്പം ആ മത്സരത്തിൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ നെയ്യപ്പത്തിനാണ് വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ആൻഡ്രോയിഡ് 7.0 നെയ്യപ്പം എന്നറിയപ്പെട്ടേനെ. ഓക്കെ, എന്റെ ചോദ്യം, ആൻഡ്രോയിഡിന്റെ 4ാമത്തെ എഡിഷനിൽ K ആണ് സ്വീറ്റ് ഐറ്റത്തിന്റെ വന്നിട്ടുള്ളത്. എന്താണ് K? സ്വീറ്റ് ഐറ്റം. ഓറിയോ. C കപ്പ് കേക്ക്. ഗസ് ചെയ്യണം. ശരി, കിറ്റ് കാറ്റ്. വെരി ഗുഡ്, സൂപ്പർ. ഡോക്ടർ ദിലീപ് മഹനോബിസ് ആരോഗ്യ മിശ്രിതം. കോളറയൊക്കെ ബാധിച്ച ഒരുപാട് ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരു മിശ്രിതം കണ്ടെത്തിയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ ദിലീപ് മഹനോബിസ് അല്ലേ. ഇടയ്ക്ക് ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കൊടുത്ത ഗവൺമെന്റ്. എന്റെ ചോദ്യം, ഇദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ORS. വെരി ഗുഡ്, സൂപ്പർ. ദിലീപ് മഹനോബിസ് ORS മിശ്രിതം കണ്ടെത്തി. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്നത് തമിഴ്നാടിന്റെ സംസ്ഥാന അല്ല, ഇത് ഒരു വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. ആ വൃക്ഷത്തിന്റെ ഫലമാണ് തമിഴ്നാടിന്റെ സംസ്ഥാന ഫ്രൂട്ട്. സൂപ്പർ. നമ്മുടെ സന്യാസിമാർ അവരുടെ ഡ്രസ്സിന്റെ കളർ നോക്കാനൊക്കെയായിട്ട് തടി ചുരണ്ടിയ പൊടികൾ ഉപയോഗിക്കുകയാണ്, പ്ലാവിനെ. അതിന്റെ ശാസ്ത്രനാമമാണ് ആർട്ടോകാർപ്പസ്. അതിന്റെ ഫലമാണ് ചക്ക. അതാണ് അങ്ങനെ പ്രശ്നമില്ല. ഏത് രാജ്യത്തിന്റെയും കൂടെ സംസ്ഥാന രാജ്യത്തിന്റെ ഒഫീഷ്യൽ
വെരി ഗുഡ്. ബംഗ്ലാദേശി ടീം ഒഫീഷ്യൽ ഫ്രൂട്ട് ചക്കര. കൈയടിച്ചോളൂ. സൂപ്പർ. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ എത്ര റൗണ്ട് കഴിഞ്ഞു? 4 റൗണ്ട് കഴിഞ്ഞു. സോ ഓഡിയൻസ് ക്വസ്റ്റ്യൻ വരാം, അതിന്റെ മാർക്ക് നോക്കാം. The fourth round, team 1 20 points, team 2 15 points, team 3 45 points, team 4 45 points, team 5 65 points, team 6 10 points. ജാർഖണ്ഡിന്റെ ഒഫീഷ്യൽ ബേർഡ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഏത് പക്ഷി? കുയിലല്ലേ പറഞ്ഞു? കൈയടിച്ചു. കുയിലാണ്. സൂപ്പർ. എന്നൊരു ക്വസ്റ്റ്യൻ. വരയാട് ഏത് സംസ്ഥാനത്തിന്റെ ഒഫീഷ്യൽ ആനിമൽ ആണ്? സൂപ്പർ. തമിഴ്നാട്. തമിഴ്നാട്. ഈ മഞ്ചേരി പിള്ളേരെ അവസാനം കാരണം എന്റെ നെക്സ്റ്റ് റൗണ്ട് സ്ത്രീകളുമായി പ്രശസ്തമായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള റൗണ്ടാണ്. ഡയറ്റ് ആൻഡ് ഡയറ്റ് റിഫോം, ദ മോറൽ ബേസിസ് ഓഫ് വെജിറ്റേറിയനിസം, കീ ടു ഹെൽത്ത് തുടങ്ങിയ കൃതികൾ രചിച്ച പ്രശസ്തനായിട്ടുള്ള വ്യക്തിയുടെ ഭാര്യയുടെ ജന്മദിനത്തിലാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനം ആചരിക്കുന്നത്. ഭാര്യയുടെ പറയാം ഡയറ്റ് ആൻഡ് ഡയറ്റ് റിഫോം, ദ മോറൽ ബേസിസ് ഓഫ് വെജിറ്റേറിയനിസം, കീ ടു ഹെൽത്ത് തുടങ്ങിയ കൃതികൾ രചിച്ച വ്യക്തിയുടെ ഭാര്യയുടെ ജന്മദിനത്തിലാണ് ഇന്ത്യയിൽ സേഫ് മദർഹുഡ് ഡേ ആചരിക്കുന്നത്. വ്യക്തിയുടെ പേര് പറയാം, ഭാര്യയുടെ പേര് കൈയടിച്ചോളൂ. മഹാത്മാഗാന്ധി ആരോഗ്യമായുള്ള കൃതികളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് കസ്തൂർബ ഗാന്ധി. ജന്മദിനം ഏപ്രിൽ 11. അന്നാണ് ഇന്ത്യയിൽ എന്താ ആചരിക്കുന്നത്? മാതൃസുരക്ഷാ ദിനം. വെരി ഗുഡ്. നെക്സ്റ്റ്. എലിസബത്ത് രാജ്ഞി 2022 സെപ്റ്റംബർ. ഒന്നുകൂടെ. എലിസബത്ത് രാജ്ഞി 2022 സെപ്റ്റംബർ. മരണപ്പെട്ട വാർത്തകളാണ്. എലിസബത്ത് രാജ്ഞി. ഒരു കോൾ വരുന്നത്, ഒരു കോൾ വിളിക്കും. ഫോൺ എടുക്കുന്നത് ലിസ്ട്രസ് എന്ന് പറയുന്ന കുറച്ച് നാൾ മാത്രം ഭരിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. എന്ത് കോഡാണ് അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഈ ഫോണിനോട് പറയുന്നത്? എലിസബത്ത് രാജ്ഞി മരിച്ചു. എന്താണ് കോഡ്? ലണ്ടൻ ബ്രിഡ്ജസ് ഡൗൺ. വെരി ഗുഡ്. ലണ്ടൻ പാലം വീണു. ലണ്ടൻ പാലം വീണു. കൈയടിച്ചോളൂ. സൂപ്പർ ആൻസർ. നെക്സ്റ്റ്. മാ ടിൻഡ് ടിൻഡ് എന്ന മ്യാൻമാറുകാരി ഏത് പ്രശസ്തനായ കോട്ടയംകാരന്റെ ഭാര്യയാണ്? മാ ടിൻഡ് ടിൻഡ് എന്ന മ്യാൻമാർ ബർമക്കാരി ഏത് പ്രശസ്തമായിട്ടുള്ള കോട്ടയംകാരന്റെ ഭാര്യയാണ്? മാ ടിൻഡ് ടിൻഡ്. ഇത്രയും സമയപ്പെടില്ല. വേഗം ആലോചിക്കണം. കെ.ആർ. നാരായണൻ. ഉഷാ നാരായണൻ യഥാർത്ഥ പേരാണ്. മാ ടിൻഡ് ടിൻഡ്. എവിടുത്തെ കാര്യമാണ്? മ്യാൻമാറുകാരിയാണ്. വെരി ഗുഡ് ആൻസർ. നെക്സ്റ്റ്. കെ.ആർ. നാരായണന്റെ വൈഫ് മല്ലിക സാരാഭായ്. മല്ലിക സാരാഭായ് അല്ലേ? വിക്രം സാരാഭായുടെയും മൃണാളിനി സാരാഭായുടെയും മകൾ. കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട വാർത്തയിലുണ്ടായിരുന്നു. ഇവർ വലിയ കുടുംബമാണ്. അതറിയാം. അമ്മു സ്വാമിനാഥൻ 2 പെൺമക്കളാണ്. മൃണാളിനിയും ക്യാപ്റ്റൻ ലക്ഷ്മിയും. മൃണാളിനി വിവാഹം കഴിച്ചത് വിക്രം സാരാഭായ്. അവരുടെ മകളാണ്. ഇവരുടെ ഒരു സ്ഥാപനമാണ് ദർപ്പണം അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ്. ഏത് സിറ്റിയിലാണ്? ഫാസ്റ്റ് നമുക്ക് ടൈം. മുംബൈയിലാണ്. തിരുവനന്തപുരം അല്ല. ബാംഗ്ലൂർ അല്ല. ഓഡിയൻസ് വെരി ഗുഡ്. അഹമ്മദാബാദ്. അഹമ്മദാബാദ്. സൂപ്പർ
കൈമൊത്തിരി പോകുന്നുണ്ടോ? Deep purple band contact. ഡീപ് പർപ്പിൾ ബാൻഡ് ഒരു ഇംഗ്ലീഷ് ബാൻഡാണ്. ഡീപ് പർപ്പിൾ ബാൻഡ്. ഈ ബാൻഡ് 2003 നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്തു. ആ ഗാനത്തിന്റെ പേരാണ് കോണ്ടാക്ട് ലോസ്. കോണ്ടാക്ട് ലോസ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, അതിന്റെ ഏത് സംഭവത്തിൽ ഡെഡിക്കേറ്റ് ചെയ്തത്? അവിടെ ഉള്ളത് കോണ്ടാക്ട് ലോസ്. ഡീപ് പർപ്പിൾ ബാൻഡ് ഇംഗ്ലീഷ് ബാൻഡാണ്. 2003 സംഭവം ഒരു വ്യക്തിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്തു. കോണ്ടാക്ട് ലോസ്. വ്യക്തിയുടെ മൈക്കൽ ജാക്സൺ ഗസ്റ്റിനുള്ളതല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. പാസ്. കോണ്ടാക്ട് ലോസ്. ഫാസ്റ്റ്. പാസ്. Kalpana Chawla. കയ്യടിച്ചോളൂ. കൽപ്പന ചൗള, കൊളംബിയ അല്ലേ? അവസാന നിമിഷമല്ലേ കോണ്ടാക്ട് ലോസിനെ പേര്. സൂപ്പർ ആൻസർ. അവിടെ ഉത്തരം ഉണ്ടായിരുന്നു, എടുത്താൽ മതി. കോണ്ടാക്ട് ലോസ്. നെക്സ്റ്റ് സൂസൻ ഇട്ടിച്ചെറിയ. ഇപ്പൊ മിന്നു മണി അരങ്ങേറി അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് രാജ്യത്തിനെതിരെ ഫസ്റ്റ് കളി കളിച്ചത്? മിന്നു മണിയുടെ ഫസ്റ്റ് മാച്ച്. ഓ, ശ്രീലങ്കല്ല, ബംഗ്ലാദേശ്. കൈയടിച്ചോളൂ. കൈയടിച്ചോളൂ. ഇതിന് മുൻപ് തന്നെ ഒരു തമിഴ്നാടിന് വേണ്ടി ഒരു മലയാളി വനിത ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. സൂസൻ ഇട്ടിച്ചെറിയ എന്നാണ് അവരുടെ പേര്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ടെസ്റ്റ് മാച്ചസ് കളിച്ചു, വൺ ഡേ മാച്ചസ് കളിച്ചു. പക്ഷെ 10 കളികൾ താഴെ കളിച്ചു. സൂസൻ ഇട്ടിച്ചെറിയ. ഈ സ്പോർട്സ് താരത്തിന്റെ മരുമകനും ഒരു ക്രിക്കറ്ററാണ്. 2007 ഇന്ത്യ ഫസ്റ്റ് T20 വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ആ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്നും കളിക്കുന്നുണ്ട്, പക്ഷെ ഇന്ത്യൻ ടീമിൽ വന്നിട്ട് ഇല്ല. ലീഗിൽ കളിക്കുന്നുണ്ട്. കോമന്റേറ്റേഴ്സുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആരാണ്? പ്രശസ്തമായിട്ടുള്ള ഈ വനിതയുടെ മരുമകൻ. ടൈം ഒന്ന് ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ട് ക്യാൻസൽ ചെയ്ത് കളക്ടർ അല്ല. ആലോചിച്ച് നിൽക്കണേ, പിന്നെ ആലോചിക്കാൻ പറ്റില്ല. സൂസൻ ഇട്ടിച്ചെറിയ. സൂസൻ ഇട്ടിച്ചെറിയ ഒരു ക്രിക്കറ്റുകാരാണ്. അവരുടെ പരമ്പര ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റുകാരാണ്. വേൾഡ് അതിനകത്ത് 7 ടീമുണ്ടായിരുന്നു. ഇപ്പോഴും ആക്റ്റീവാണ്. 20 ടീമില്ല. സഞ്ജു 2007 വേൾഡ് കപ്പ് എടുത്തപ്പോൾ ടീമിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അമ്പാടി നായിഡു. ഗസ് കൊള്ളാം. കുട്ടിയോട് പറയുന്നതെല്ലാം കണക്കറാണ്. അല്ല. Yuvraj Singh. അല്ല. കരുണാകരൻ. കരുണാകരനൊക്കെ അറിയില്ലേ? ട്രിപ്പിൾ സെഞ്ചുറി നേടിയാണ്. അല്ല. ഓഡിയൻസ്. ഉത്തപ്പ. അവിടെ കഴിക്കാറുള്ളത് ഉത്തപ്പല്ല. ദിനേശ് കാർത്തിക് പല്ലാടുവാ. ദിനേശ് കാർത്തിക്. ദിനേശ് കാർത്തികിന്റെ ഭാര്യയുടെ പേരാണ് ദീപിക പള്ളിക്കൽ. ദീപിക പള്ളിക്കലിന്റെ അമ്മയുടെ പേരാണ് സൂസൻ ഇട്ടിച്ചെറിയ. ഈ സ്ത്രീ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യമുണ്ട്. സൂപ്പർ ആൻസർ ആണ് ദിനേശ് കാർത്തിക്. സൂപ്പർ. അല്ലെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ടുള്ള ആളല്ലേ? ഇപ്പോഴും ആക്റ്റീവാണ് ലീഗുകളിൽ. ഇന്ത്യൻ ടീമിലില്ല. ഓക്കെ, ഫിനിഷ്.
ടീച്ചർ സ്കോർ ഒന്ന് വായിക്കാം. Team 1 scores 20 points. Team 2 15 points. Team 3 50 points. Team 4 45 points. Team കൈയടിച്ചോളൂ. ക്വിസ് കഴിയുമെങ്കിൽ 15 മിനിറ്റ് കൂടെ ഉള്ളൂ. നല്ല കൈയടി കൊടുത്തോളൂ. Team 5 80 points. Team 6 20 points. പേപ്പർ ഇതൊരു പാസിംഗ് ആയിരുന്നു. ഇനി ഞാൻ പാസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം വേണം. ഒരു ക്വസ്റ്റ്യൻ പെണ്ണോൺ പറയും. ശരി ഉത്തരത്തിന് 10 മാർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം തരും. 5 മാർക്കുള്ള ടീച്ചർ 10 മാർക്ക്. എല്ലാവർക്കും എഴുതാം. പെണ്ണോൺ പറഞ്ഞു കഴിയുമ്പോൾ അവര് കൈ നോക്കണം. ശരി ഉത്തരം എഴുതിയവർ ഓഡിയൻസ് നോക്കണം. കറക്റ്റ് ആണെങ്കിൽ 10 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. നിങ്ങൾ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം തരണം. എല്ലാം ഈക്വൽ ചാൻസ്. ഞാൻ കൊടുത്ത് വായിപ്പിക്കുന്നില്ല. ഒരാളെ വിളിച്ച് വായിപ്പിക്കുന്നില്ല. സമയം കഴിഞ്ഞ വർഷം ഒരു കോഡ് പറഞ്ഞ് ഞാൻ GK പറഞ്ഞായിരുന്നു. കോഡ് വേണ്ട സാക്ക് അല്ലേ? നിപ്പ വന്നാൽ MBBS ഡോക്ടറെ കാണണം. ഓർക്കുന്നുണ്ടോ? വന്നവര് ഉണ്ടോ? നിപ്പ വന്നാലോ MBBS ഡോക്ടറെ കാണണം. നിപ്പയും MBBS NIPA ഞാൻ പറയുന്ന സ്പെല്ലിംഗ് ആണ് MBBS എന്ന് പറഞ്ഞ സാർക്കിലെ രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. നേപ്പാൾ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മാലിദ്വീപ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. അത് പറഞ്ഞ് അവരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു കഴിഞ്ഞ വർഷം. അതുപോലെ നിങ്ങൾ അറിയേണ്ട പിന്നെ രാവിലെ സാറ് വന്നു. നിങ്ങൾ ഓരോ ക്യൂസിന് പോകുമ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ അറിയേണ്ട ഒരു സാധനമാണ് ബിംസ്റ്റെക്. ബിംസ്റ്റെക് ഇത് സ്ഥിരം ഉച്ചകോടികളും അതിന്റെ വാർത്തയും GDP ഒക്കെ എപ്പോഴും ന്യൂസാണ്. ബിംസ്റ്റെക് ഉച്ചകോടിയാണ്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ബിംസ്റ്റെക്. ഓക്കെ, 1997 രൂപം കൊണ്ട ഒരു സംഘടനയാണ് ബിംസ്റ്റെക്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ആൻഡ് ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. സിംപ്ലി ബിംസ്റ്റെക്. BIM അത് എഴുതി വെച്ചു. BIMSTEC. കിട്ടിയല്ലോ 1997. ഇതിൽ ക്വിസ് മാത്രമാണ്, ഒരു ഇന്ററാക്ഷൻ. നിങ്ങൾ അറിയാത്ത കാര്യം പഠിപ്പിക്കുകയും ചെയ്യും. ബിംസ്റ്റെക്. ഇതിലെ മെമ്പേഴ്സിനെ പഠിക്കാൻ കൂടെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബിംസ്റ്റെക് അല്ലേ? ആദ്യത്തെ 5 അക്ഷരം എടുത്ത് നോക്കി. ബിംസ്റ്റെക്കിന്റെ ഞാൻ പറയട്ടെ: ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ BIMI, ശ്രീലങ്ക, തായ്ലാൻഡ്. കിട്ടിയോ? ഒന്ന് പറഞ്ഞേ. ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലാൻഡ്. ബിംസ്റ്റെക്കിന്റെ ഓൾമോസ്റ്റ് അക്ഷരങ്ങൾ കിട്ടി. അപ്പൊ ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം വേറെയാണ്. പക്ഷെ അവിടെ തന്നെ ഹിഡൻ ആയിട്ട് രാജ്യങ്ങളുണ്ട്. ഇനി 2 ഉണ്ട്. അത് കാണാൻ പഠിച്ചോളൂ. ഭൂട്ടാൻ, നേപ്പാൾ. ഭൂട്ടാൻ, നേപ്പാൾ. അപ്പൊ ഒരുമിച്ച് രാജ്യങ്ങളുടെ പേര്: ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലാൻഡ്, ഭൂട്ടാൻ, നേപ്പാൾ. എന്റെ ചോദ്യം ഈ രാജ്യങ്ങളെ പറ്റി. ഇതിന്റെ ഉത്തരം ഈ രാജ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ശ്രദ്ധിച്ച് പഠിക്കണം, ഗസ് ചെയ്യണം. 10 മാർക്കാണ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും എല്ലാവർക്കും എഴുതാം. പെണ്ണോട് പറയും, കൈ വെക്കണം, പേപ്പർ നോക്കും, മാർക്ക് എഴുതും. ഫസ്റ്റ് ചോദ്യം ഞാൻ അവരെന്ന് പിടിക്കുന്നത്, പക്ഷേ ഈ സമയത്ത് ഞാൻ പറയാം. ഇതിൽ ഏത് രാജ്യത്താണ് റോഹിംഗ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന അഭയാർത്ഥികൾ ഉള്ളത്? അഭയാർത്ഥികളുടെ നാട് എവിടെയാണെന്നാണ് ദേശം ചോദിക്കുന്നത്. എങ്ങോട്ട് പോയെന്നാണ് ചോദിക്കുന്നത്. പെട്ടോ പെട്ടോ ഒരാളെ കൈ നോക്കണേ. മ്യാൻമാർ. മ്യാൻമാർ എല്ലാവരും ഉണ്ടോ? പെട്ടി എഴുതിയോ? പെട്ടി എഴുതി ഇല്ല, തെറ്റാണ്. മ്യാൻമാർ 2
ഓക്കെ ആണല്ലോ. ഈ രാജ്യങ്ങളിൽ ഏത് രാജ്യത്താണ് MGR ജനിച്ചത്? MGR പുരട്ചി തലൈവർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നത് ചെന്നൈയുടെ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ്. ഇതാണ് ഏറ്റവും നീളം കൂടിയ സ്റ്റേഷന്റെ പേരിതാണ് പുരട്ചി തലൈവർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറയുന്നു ഈ രാജ്യങ്ങൾ എവിടെയാണ് MGR ജനിച്ചത്? കേട്ടോ? MGR ജനിച്ചത് ക്യാൻഡിയിലാണ്. ക്യാൻഡി ശ്രീലങ്കയിലാണ്. സൂപ്പർ ആൻസർ. കൈയടിച്ചോളൂ. കൈ നോക്കണേ. ഫസ്റ്റ് ഉണ്ടോ പോലെ? ഉണ്ട്. സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ടീം ഉണ്ട്, ലാസ്റ്റ് ടീം ഒരാൾക്ക് ഒഴിച്ച് ബാക്കി 20 മാർക്സ് ആണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 തായ്ലൻഡ്. ഏത് ദൈവമാണ് ഇതിന്റെ മാസ്കോട്ട്? ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു തായ്ലൻഡില്. ഏത് ഗോഡാണ്, ദൈവമാണ് ഇതിന്റെ മാസ്കോട്ട്? പെണ്ണാവും. ഹനുമാൻ. കൈയടിച്ചോളൂ. സൂപ്പർ ആൻസർ. ഹനുമാൻ. ഒന്ന് നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഉണ്ട്. ഇവർക്കുണ്ട്. ലാസ്റ്റ് ടീം. ഇത് ബംഗ്ലാദേശ് മെമ്പർ ആണല്ലോ ന്യൂസിലൻഡ്. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം. പെണ്ണാവും. കബഡി. കൈയടിച്ചോളൂ. കബഡിയാണ് ആൻസർ. 20 മാർക്സ് ആണ്. കൈ നോക്കണേ. യെസ്. നെക്സ്റ്റ് റൗണ്ട് അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഫീൽഡറാണ് ജോണ്ടി റോഡ്സ്. ഫീൽഡിങ്ങിന് മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ വ്യക്തിയാണ്. സച്ചിനെ ഒരുപാട് പ്രാവശ്യം റൺഔട്ട് ആക്കിയിട്ടൊക്കെയാണ് ജോണ്ടി റോഡ്സ്. ഇദ്ദേഹത്തിന്റെ മകൾക്ക് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏത് രാജ്യത്തിന്റെ പേരാണ് മകൾക്ക് ഇട്ടത്? ജോണ്ടി റോഡ്സ്. പെണ്ണാവും. ജോണ്ടി റോഡ്സിന്റെ മകളുടെ പേര് ഇന്ത്യ. കൈയടിച്ചോളൂ. ഇന്ത്യ. യെസ്. ലാസ്റ്റ് ചോദ്യം. എവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ടൈഗർ ടെമ്പിൾ, ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ടൈഗർ ടെമ്പിൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ എവിടെയാണ്? അവിടെ കടുവകൾ അല്ലേ? പെണ്ണാവും. ആൻസർ തായ്ലാൻഡ്. 1, 3 മാത്രമാണ്. ഒരു നല്ല കാര്യം കൊടുത്തേ. റൗണ്ട് ഫിനിഷ് ചെയ്തു. ഇപ്പോ നിലവില് എത്ര റൗണ്ട്? ടീച്ചർ 6, 7. ലാസ്റ്റ് റൗണ്ടാണ്. ഞാൻ ആക്ച്വലി ഒരു റൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ലാസ്റ്റ് റൗണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിപ്പോൾ തന്നെ ലാസ്റ്റ് റൗണ്ടിലൂടെ പോകുവാണ്. ഞാൻ ഈ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തോമസ് സാറിന് ക്ഷണിക്കുവാണ്. മേലോട്ട് വരാമോ സാർ? ഒരു നല്ല കാര്യം ഇവിടെ സാറിന് സാധിക്കാം. ഈ റൗണ്ടിന്റെ പ്രത്യേകത ഇനി സാറിന് പോവാം. സാർ ആ 3 പേരെ സാർ കൈ വയ്ക്കണം. ഫസ്റ്റ് ആളുടെ പേര് ഞാൻ കണ്ടു കഴിഞ്ഞു. ഓക്കെ, സാറിന് പോവാം. ഒരു കൈ ഉണ്ട് സാറിന്. ഇതിന്റെ പ്രത്യേകത ഞാൻ ചില വ്യക്തികളാവാം, ചില പ്രോഡക്റ്റുകളാവാം, ചില വർഷങ്ങളാവാം, ചില സംഭവം. ഞാൻ ഫസ്റ്റ് ക്ലൂ പറയാം. ഫസ്റ്റ് ക്ലൂവിൽ ഉത്തരം എഴുതിയാൽ 40 മാർക്ക്, സെക്കൻഡ് എഴുതിയാൽ 30 മാർക്ക്, തേർഡിൽ എഴുതിയാൽ 20 മാർക്ക്, ലാസ്റ്റ് എഴുതിയാൽ 10 മാർക്ക്. പക്ഷേ ഫസ്റ്റ് ക്ലൂ പറയുമ്പോൾ ഉത്തരം എഴുതുന്ന പാടുകൾ എന്നെ കാണിക്കുന്നത്, അവരെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേപ്പർ അവരെ വായിക്കും. പക്ഷേ വെയിറ്റ് ചെയ്തിരുന്നാൽ താഴോട്ടുള്ള മാർക്കുകളുടെ ക്വസ്റ്റ്യൻസ് ക്ലൂ പറയുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം.
എപ്പോൾ നിങ്ങൾ കൈ എഴുതി എന്നുള്ള കൈ പൊക്കുന്നു അപ്പൊ പേപ്പർ എഴുതും. ശരിയാണെങ്കിൽ അത്ര മാർക്ക് കിട്ടും, തെറ്റായ 0. ക്ലിയർ ആയല്ലോ? പിന്നെ ഫസ്റ്റ് സാറിന്റെ ഫസ്റ്റ് വ്യക്തിയെ കാണിച്ചു. ഫസ്റ്റ് ക്ലൂ ഇതാണ്. ഈ വ്യക്തിയെ സരോജിനി നായിഡു വിളിച്ചത്, എല്ലാവർക്കും എഴുതാതെ കോമൺ ആണ്, വിളിച്ചത് ഇന്ത്യയുടെ നിശബ്ദനായ വിപ്ലവകാരിയാണ്. ഒരു ബാക്ടീരിയോളജിയിലെ എക്സ്പേർട്ട്, മെഡിക്കൽ ഫീൽഡിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു മലയാളിയാണ്. ഫസ്റ്റ് ക്ലൂവിൽ ഉത്തരം എഴുതിയിട്ട് ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞ പേപ്പർ കൊണ്ടേ കൊടുക്കാം. ശരിയായ 40 കിട്ടും, തെറ്റായ ഓപ്ഷൻ താഴെ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഓഡിയൻസിന്റെ പ്രശ്നം കുറച്ച് വയ്ക്കും, 5 ബാക്കിയുണ്ട്. നെക്സ്റ്റ് പറയാം. നിങ്ങൾ കൊടുത്തു മാറ്റി ഒന്നും പറയില്ല, വരുന്നത് പറയട്ടെ. ബാക്കിയുള്ള നെക്സ്റ്റ് ക്ലൂ വേണം അല്ലേ? ഇദ്ദേഹമാണ് SNDPയുടെ ആദ്യകാല സ്ഥാപകരുടെ ഒരാളാണ്, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇദ്ദേഹം SNDP. സെക്കൻഡ് കൊടുത്തു നെക്സ്റ്റ് ഈഴവ മെമ്മോറിയൽ ഇദ്ദേഹം ലീഡ് ചെയ്ത് നടത്തിയ റിസർവേഷന്റെ സമരമാണ് ഈഴവ മെമ്മോറിയൽ. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ? 20 മാർക്ക് അല്ലേ? 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ 40 മാർക്ക്, സെക്കൻഡിൽ പറഞ്ഞ 30, തേർഡിൽ പറഞ്ഞ 20. ഇപ്പൊ പറഞ്ഞ തേർഡിന്റെ കാര്യം. എല്ലാവരും നിങ്ങൾ എത്ര ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊണ്ട് കൈ നോക്കി? 3 പേരാണ്. എല്ലാവരും കൊടുത്തുകൊണ്ട് ആൻസർ പറയാം. ഡോക്ടർ പൽപു. എത്ര ശരിയുണ്ട്? ശരിയാണോ? തെറ്റാണ്? അല്ല, ശരിയാണോ തെറ്റാണോ? ശരി. നിങ്ങൾക്ക് തെറ്റ്. ശരി തെറ്റ്. ശരി. മോൻ എപ്പോഴാ കൈ നോക്കിയത്? അപ്പൊ 40 മാർക്ക്. അവർ കണ്ടോണ്ടിരിക്കുന്നവരല്ല, നിങ്ങൾ ഫസ്റ്റ് 40 മാർക്ക്. പൽപ്പ് തന്നെയാണല്ലോ അല്ലേ? നോക്കില്ല. എത്ര? 30. ഒരു നല്ല കാര്യം കൊടുത്തേ. നല്ല ആൻസർ. കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണിത്. ഇവിടുത്തെ പ്രസിഡന്റാണ് ജൂലിയസ് നെരേരെ. പഴയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഗാന്ധി പീസ് പ്രൈസ് ഫസ്റ്റ് കിട്ടി. ഓക്കെ, ജൂലിയസ് നെരേരെ എന്ന് പറയുന്ന പ്രസിഡന്റ് ഇവിടുത്തെ ആരെ കൊടുത്തു? 1 2 കൊടുത്തോ? 3. ഇനി ആരൊക്കെയുണ്ട്? കൊടുത്തു. നിങ്ങളുടെ IIT ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ക്യാമ്പസ് തുടങ്ങിയത് ഇവിടെ IIT മദ്രാസ്. മൃഗങ്ങളുടെ എണ്ണം കൊണ്ട്, ബയോഡൈവേഴ്സിറ്റി കൊണ്ട്, കിളിമഞ്ചാരോ പർവ്വതങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഒന്നാണ് ഇത് ആഫ്രിക്കൻ രാജ്യം. ആൻസർ ജൂലിയസ് നെരേര. ഗാന്ധി പീസ് പ്രൈസ് ഫസ്റ്റ് വാങ്ങിച്ച വ്യക്തിയാണ്. ടാൻസാനിയൻ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. സോ ആൻസർ ടാൻസാനിയ. കൈയടിച്ചോളൂ. നിങ്ങൾ എപ്പോഴാണ്
ഫസ്റ്റ് കൈ 1 2 കറക്റ്റ് ആണോ? ആ ഇവർ രണ്ടുപേർക്ക് 40 മാർക്ക്. സെക്കൻഡ് കൈ നോക്കി സെക്കൻഡ് ശരിത്തരമാണല്ലോ, ശരിത്തരല്ലേ? ആണ്. ഓക്കെ, നിങ്ങൾ തെറ്റ് ഡാൻസ് ആണ്. ലാസ്റ്റ് നമ്മളെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓഡിയൻസ് ക്വസ്റ്റ്യനോടെ ക്വസ്റ്റ്യൻ ഉള്ളത്. യെസ്, ഈ വ്യക്തി ജനിച്ചത് 1897 ഒഡീഷയിലെ കട്ടക്കിൽ. ആലോചിച്ചേ, 1897 ഒഡീഷയിലെ കട്ടക്കിലാണ് ഈ വ്യക്തി ജനിച്ചത്. മഹാരാഷ്ട്രയിലെ ഇട്ടിവാരി റെയിൽവേ സ്റ്റേഷൻ ഈ ഇടയ്ക്ക് അതിന്റെ പേര് മാറ്റി ഇദ്ദേഹത്തിന്റെ പേരാണ്. ഒന്നുകൂടെ പറയാം, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ റോസ് ഐലൻഡിന് ഇദ്ദേഹത്തിന്റെ പേരാണ് കൊടുത്തത്. റോസ് ഐലൻഡ്. യെസ്, നെക്സ്റ്റ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഓസ്ട്രിയക്കാരിയായിട്ടുള്ള എമിലി ഷെൽഗനാണ്. 1939 കോൺഗ്രസിന്റെ പ്രസിഡന്റും ഇദ്ദേഹമാണ്. ഓഡിയൻസ് ക്വിസ് റെഡി ആയിട്ടോ? ആരൊക്കെ മഞ്ച് വാങ്ങിച്ചോ അവരൊക്കെ മുന്നോട്ട് വരാൻ സമയമായി. അവർക്ക് പേപ്പർ കൊടുക്കണം ടീച്ചർ. പകുതി പേപ്പർ കൊടുക്കണം. പേനയും കൊണ്ട് വരട്ടെ. ആർക്കൊക്കെ സമ്മാനം കിട്ടിയോ അവർ വരണം. ഒരു പേനയും കൊണ്ട് വരണം. പേപ്പർ കൊടുത്ത് പകുതി പേപ്പർ കൊടുക്കും. യെസ്, എല്ലാവരും കൊടുക്കും. ലാസ്റ്റ് കൊടുക്കുന്നതാണ് കൊൽക്കത്തയിലെ ഡം എയർപോർട്ടിന്റെ പേര് ഇദ്ദേഹത്തിന്റെ പേരാണ്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. തെറ്റാണോ? ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തപ്പോഴേക്കും ടീച്ചർ ഫസ്റ്റ് 1 മാർക്ക് കിട്ടിയത് 2 പേര് 3 പേര്. ഫസ്റ്റ് സെക്കൻഡ് കൈ നോക്കിയത് സെക്കൻഡ് കൈ ആരൊക്കെയാണ്? ഫസ്റ്റ് ആണ്. ഇവര് ഫസ്റ്റ് ആണ്. ശരി, ഇവരാണോ? സുഭാഷ് ചന്ദ്രബോസ് ആണോ? ഓക്കെ, യെസ്, ഇവര് ഫസ്റ്റ് ആണ്. ഒന്നുകൂടെ പറയാം ടീച്ചറെ. ഫസ്റ്റ് കൈ നോക്കിയവരെ കൈ ശരി. ഫസ്റ്റ് ടീം ഇവര് 5 6. നിങ്ങളുണ്ടോ? ഡിസ്ട്രിക്റ്റിലുണ്ട് 6 5 ഉണ്ട്. ഫസ്റ്റ് അല്ലേ 5 ആണെന്നുള്ള ആണ്. സെക്കൻഡ് കൈ നോക്കി, തേർഡ് കൈ നോക്കി, തേർഡ്. അപ്പോ 20 മാർക്സ്. ഇനിയാണോ ശരി ഉത്തരം എഴുതിയത്? തെറ്റാണ്. തെറ്റ്. ഓക്കെ, തെറ്റ് 2 പേര്. ഫസ്റ്റ് ശരിയാക്കിയാണോ? ഓക്കെ, ഫസ്റ്റ് ഓർമ്മ മാത്രമല്ലേ ടീച്ചറെ? ടൈ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നോക്കിയോ, ടൈ വരാൻ സാധ്യത. ആ സമയം കൊണ്ട് ഓഡിയൻസ് ക്വിസിന്റെ ആൾക്കാർ മുന്നോട്ട് വരാമോ? ആർക്കൊക്കെ മഞ്ച് കിട്ടിയോ അവര് മുന്നോട്ട് വരിക. ഒരു പകുതി പേപ്പർ അവർക്ക് കൊടുക്കുക. ക്യാഷ് അവാർഡ് ഒരു മെഡൽ ഫസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ടെലിം പോർട്ടലിലെ വെബ്സൈറ്റുകളിലെല്ലാം ഈ ഫോട്ടോസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെ പങ്കെടുക്കുക. ഫ്രണ്ടിൽ നിൽക്കുക. വളരെ ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നത് തുടങ്ങിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഡിയൻസിന്റെ ക്വസ്റ്റ്യനിലെ വിന്നറിനെ ചൂസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നു. പേപ്പർ കിട്ടില്ല. ഇവിടെ ഇരിക്കാൻ പാടില്ല. അവിടെ ഫ്രണ്ടിൽ നിൽക്കണം. ഇവർക്ക് കൈകളെടുത്തേ, നാട്ടിലെ കൈകളെടുത്ത്. കാരണം നന്നായിട്ട് ക്വിസ് പങ്കെടുത്ത വ്യക്തികൾ. യെസ്, എന്റെ ഫസ്റ്റ് ചോദ്യം. ടീച്ചേഴ്സ് 2 പേര് വോളണ്ടിയേഴ്സ് ആരെങ്കിലും പേപ്പർ നോക്കാനായിട്ട്? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ രഹസ്യമായിട്ട് എഴുതുക. ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ. 1 മിനിറ്റ് മതി. അല്ല
ഒരു പ്രത്യേക ദിവസത്തെ പേടിക്കുന്ന അവസരം. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഈ ദിവസത്തെ ഏറ്റവും മോശം ദിവസമായിട്ട് ഫണ്ടിയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന ദിവസം. പെണ്ണാണ് ടീച്ചർ അത് വെക്കാൻ പറ്റില്ല. അത് വെക്കാൻ പറ്റില്ല. ഓക്കെ, അവിടെ നിന്ന് ഓ വെട്ടിയിടണം. ലൂണ ഡിസിയോ ഫോട്ടോ വെട്ടിയിടണം. പെണ്ണാവും. ആൻസർ ആൻസർ തിങ്കളാഴ്ചയെ പേടിക്കുന്ന അവസ്ഥ. കൈയടിച്ചോളൂ. തിങ്കളാഴ്ചയെ പേടിക്കും. കാരണം എല്ലാ ആളുകൾക്കും വെള്ളി ശനി ഞായറിന്റെ ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പോകുന്ന ചെറിയ ടെൻഷൻ ഉണ്ടാവും. കുട്ടികൾക്ക് ജോലികൾക്ക് ഓ ഇനി പോകണം. ആ ഒരു ടെൻഷന്റെ പേരാണ് നമ്മുടെ ഡിസിയോ ഫോബിയ എന്ന് പറയുന്നത്. തിങ്കളാഴ്ചയെ പേടിക്കുന്ന അവസ്ഥ. നല്ല ആൻസർ. നിയമസഭ ഇലക്ഷൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് ജയിച്ച എല്ലാവർക്കും അറിയാം. ബേബി ജോൺ അല്ലേ? ബേബി ജോൺ. ഇദ്ദേഹം ആരെയാണ്? ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആരാണ്? അദ്ദേഹം മറ്റൊരു പ്രത്യേക കലാരൂപം, ഒരു ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട സംഭവം കേരളത്തിലെ ഏറ്റവും എക്സ്പെർട്ട് നമ്പർ 1 ആണ്. കരുനാഗപ്പള്ളിയിൽ തോറ്റത് ആരാണ്? ബേബി ജോൺ. പെണ്ണാവും. ഒരു നല്ല ഐഡി വേണം. സാംബശിവൻ. ഇതിലുണ്ടോ? ആ ഇതിലുണ്ട്. കൈയടിച്ചോളൂ. സൂപ്പർ ആൻസർ. സാംബശിവനാണ്. കൊള്ളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം പെൻറ്റഗണാണ് അമേരിക്കയിൽ. അവിടെ ഏറ്റവും കൂടുതൽ ഓഫീസേഴ്സ് അറിയുന്നത്. ചേട്ടാ റെക്കോർഡിങ്ങിലേക്ക് ഇന്ത്യൻ സൂറത്തിലെ ഒരു ഓഫീസ് സമുച്ചയം റെക്കോർഡുണ്ട്. എന്റെ ചോദ്യം, അവിടെ എന്ത് വ്യാപാരമാണ്? സൂറത്താണ്. അവിടെ എന്ത് സ്ഥാപനം? സൂറത്ത്. റെക്കോർഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂറത്തിലാണ്. അവിടെ എന്താണ്? എന്തിന്റെയാണ്? വേണ്ട വേണ്ട. ഡയമണ്ട്, വജ്രം. ഒരു കൈഡി കൊടുത്തോ? വജ്രം. കുട്ടികൾക്ക് അറിയാം. നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, ഏത് പ്രശസ്തമായിട്ടുള്ള എല്ലാവരും അറിയാം. ഗസിംഗ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷം മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചുമ്മാ ചോദിച്ചു. കാരണം ഫണ്ടി ക്വസ്റ്റ്യൻ. കാരണം വരാത്ത പുതിയ ആൾക്കാരുള്ളത് ചോദിക്കുകയാണ്. ജോസഫ് സിറിൽ ബാംഫോർഡ് ഏത് പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ കമ്പനിയുടെ സ്ഥാപകൻ? ജോസഫ് സിറിൽ ബാംഫോർഡ് ഏത് പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ കമ്പനിയുടെ സ്ഥാപകൻ? വേണ്ടാവും. വേണ്ടാവും. ജോസഫ് സിറിൽ ബാംഫോർഡ്. ജോസഫ് ജെ, സിറിൽ സി, ബാംഫോർഡ് ഡി. JCB. കൈയടിച്ചുള്ള ഉത്തരവുണ്ട്. JCB ആണ് ഉത്തരം. കൈയടിപ്പോരാണ്. നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് അരിച്ചിബ്യൂട്ടിറോഫോബിയ എന്നത് ഒരു പ്രത്യേക മിഠായി നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിലും മോഡലിലും ഒട്ടിപ്പിടിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അതേപോലെ ഇതൊക്കെ ഫണ്ണി ഫോബിയ ആണെങ്കിൽ പോലും പല ആളുകളിൽ ഇതൊക്കെ ഉണ്ട്. അരിച്ചിബ്യൂട്ടിറോഫോബിയ എന്നത് ഏത് പ്രത്യേക മിഠായി നമ്മുടെ നാട്ടിൽ പല്ലിൽ ഒട്ടിപ്പോകുമോ എന്നുള്ള പേടിയാണ്. വേണ്ടാവോ? കപ്പലണ്ടി മിഠായി. ഒരു നല്ല കാര്യമാണ്. അത് തീരത്തിന്റെ കപ്പലണ്ടി. അത് നമ്മളിവിടെ ഒട്ടിപ്പിടിച്ച് പോകാനോ പല്ല് കേടായത്. ആ ഭയത്തിന്റെ പേരാണ് അരിച്ചിബ്യൂട്ടിറോഫോബിയ. 5 ദിവസം കഴിഞ്ഞു. 5 ൽ 5 മാർക്ക്. ഓ എവിടെ എവിടെ കഴിഞ്ഞ വർഷം വേറെ എവിടെ? ഒരു നല്ല കാര്യം കൊടുക്കാം.
4 മാർക്കാണ്. 3 മാർക്കും 2 മാർക്കും ഉണ്ട്. കൈയടിച്ചോളൂ. അപ്പൊ നമ്മുടെ വിന്നറിനെ കിട്ടി. ബാക്കിയോട് പോകാം. ഇവിടെ നല്ല കാര്യങ്ങൾ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ഒന്ന് പരിചയപ്പെടുത്താമോ? ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സലീന. ഞാൻ കേരളക്കരയിൽ നിന്ന് ഐക്യപോയിന്റ് സ്കൂളിൽ മഹാരാഷ്ട്രൻ്റെ പേര് നല്ലതാണ്. Game after session. Team 1 190 points. 190 points. 5 years old. Team 2 45 points. 45 points. Team 3 160. 160 points. Team 4 125. 25 points. 15 points. ഇത് കറക്റ്റ് ആണല്ലോ. നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. Team 5 220 points. 220 points. Very good. Team 6 160. 160. So നമ്മുടെ ഫസ്റ്റ് കിട്ടിയത് ഫസ്റ്റ് ആരാ? ടീം 5. എഴുന്നേറ്റോളൂ. നല്ല കാര്യങ്ങളൊക്കെ. സൂപ്പർ. സൂപ്പർ. ഇത് പരിചയപ്പെടുത്തൂ. നിങ്ങളുടെ പേരെന്താണ്? എവിടെ നിന്ന് വരുന്നു? എൻ്റെ പേര് ആഫ്രിജ പ്രകാശ്. ഞാൻ GHS വലിയ കോയിക്കലിലെ പ്ലസ് 2 സയൻസ് വിദ്യാർത്ഥി. സൂപ്പർ. ഞാൻ സന്തോഷ റെയിൽവേ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് 2 സയൻസ് വിദ്യാർത്ഥി. സെക്കൻഡ് Team 1 സൂപ്പർ. ഇവരുടെ മാർക്ക് 190. 190. Last 2 rounds. ലാസ്റ്റ് എൻ്റെ പേര് ശ്രീധരി ശിവു. ഞാൻ കണ്ണൂർ MKLMHS-ലെ പ്ലസ് 2 വിദ്യാർത്ഥി. എൻ്റെ പേര് ആനന്ദ. ഞാൻ കണ്ണൂർ MKLMHS-ലെ പ്ലസ് 2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി. കളക്ടർ അവിടെ ഇറങ്ങുമ്പോൾ വിളിക്കും. അപ്പോൾ ഇരിക്കുന്ന ഈ ഓഡിയൻസ് ഉണ്ടാവും. കാരണം ഇത്രയും നന്നായിട്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു മാനേജ്മെന്റിന്റെ പരിപാടികൾ. അപ്പോൾ വരുമ്പോൾ ആരും പോകുന്ന അവസരം എന്തായാലും ഇത്ര വരും. വന്നാൽ സമ്മാനദാനം പ്രശ്നങ്ങളൊന്നും കണ്ടാണ്ടില്ല. അവിടെ സമ്മാനദാനം മാത്രമേ ഉള്ളൂ. അത് കൊടുക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കൽ ഉണ്ടാവണം. ഓക്കെ. അടുത്തത് Team 3 ഇനി ടൈമാണ്. ചോദ്യം ടൈമാണ്. ആരൊക്കെ ടൈം ഇവർ Team 3 and Team 6. 6. നിങ്ങൾ രണ്ടും മാത്രമേ 5 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ആരും എഴുതരുത്. വേറെ ആരും പറയരുത്. ചോദ്യം ഒന്നാമത്തെ ചോദ്യം. റെഡ് പാണ്ട ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഒഫീഷ്യൽ ആനിമൽ? നെക്സ്റ്റ് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉണ്ടാവും. ആൻസർ സിക്കിം. കഴിഞ്ഞു. സിക്കിം. സൂപ്പർ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ പൈതൃക പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ സാഹിത്യ നഗരം പ്രഖ്യാപിച്ചു കോഴിക്കോട്. എങ്കിൽ മ്യൂസിയം നഗരം പ്രഖ്യാപിച്ചു ഏത് സിറ്റിയാണെന്ന് എഴുതിയത്? സ്റ്റേറ്റ് എഴുതിയത്. സ്റ്റേറ്റ് പോലെ സിറ്റിയാണ്. യെസ് കേട്ടോ. കോളിയ മധ്യപ്രദേശ്. കൈയടിച്ചോളൂ. സൂപ്പർ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി GI ടാഗ് കിട്ടിയ പ്രോഡക്റ്റ് ഫുഡ് ജോഗ്രഫിക് ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ ഇപ്പം നമ്മൾ മഹാരാഷ്ട്ര നിലനിർത്തി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി GI ടാഗ് കിട്ടിയ
ഡാർജിലിംഗ് ടീ. ഡാർജിലിംഗ് ആണ് തരിക. ഓക്കെ, എത്ര മനസ്സിലായി? മൂന്ന് ഫോർമാറ്റിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും വൺ ഡേ മാച്ചിന്റെ ക്രിക്കറ്റ് വേൾഡ് കപ്പിലും T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിലും ചാമ്പ്യന്മാരായ രാജ്യം ക്രിക്കറ്റേഴ്സ്. കൈയടിച്ചോളൂ. എത്ര ക്വസ്റ്റ്യൻ? 4. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ്. ഒരു ഫുഡോട് ചോദിക്കാം. നമ്മുടെ പാർലമെന്റിൽ ബഡ്ജറ്റ് കഴിഞ്ഞാൽ പ്രിന്റിംഗ് ആരംഭിക്കുമല്ലോ. പ്രിന്റിംഗ് ആരംഭിക്കും. അതിനുശേഷം ആ സ്റ്റാഫിനോട് താങ്കൾ സീക്രട്ടാണ് ഈ ചടങ്ങിൽ കലാകാരന്മാരിൽ ഒരു മധുരം കൈമാറാൻ ചെയ്യും. ഈ സെറമണിയുടെ പേര്, ഈ സെറമണിയുടെ പേര് ഒരു മധുരത്തിന്റെ പേരായിരുന്നു. ആ മധുരത്തിന്റെ പേര് ഉണ്ടാവും. ഹൽവ സെറമണി. കൈയടിച്ചോളൂ. 5 മാർക്ക്, 4 മാർക്ക്. യെസ്, ടൈറ്റ് മത്സരമായിരുന്നു. നല്ല എൻജോയ് ചെയ്തില്ല. കിട്ടുന്നോ കിട്ടാത്ത ലക്ഷം മാത്രമുണ്ടോ? ഒരു പുതിയ അനുഭവം ഉണ്ടായില്ലോ? ഉണ്ടായോ? ഒത്തിരി സന്തോഷമുണ്ട്. ഫസ്റ്റ് വീണത് ഡി ആണ്, ഇ ആണ്, സെക്കൻഡ് എ ആണ്, തേർഡ്. അപ്പോൾ 2 നിർത്താം. അതായത് ഇനി വരുന്ന വർഷം ഞങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് ഈ ജനുവരി മാസം അവസാനത്തിലോട്ട് പോകാതെ കുറച്ച് ആദ്യം അല്ലെങ്കിൽ വേറെ മറ്റേ മാസവും ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ക്വിസിന് 140 ടീം വരുന്ന വർഷങ്ങളുണ്ട്. കഴിഞ്ഞ 2 വർഷമൊക്കെ ഇപ്രാവശ്യം 80 ടീം വന്നിട്ടുണ്ട്. കാരണം ഈ എക്സാംസിന്റെ കാര്യങ്ങളൊന്നും വരില്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉത്സവകാല സീസണാണ്. പിന്നെ ഈ അവധി ദിവസം